ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുന്നത് ഒരു പതിവാണ് എല്ലാവരുടെയും. പക്ഷെ നമ്മളുടെ ജീവിതത്തിൽ മാറ്റം വേണം നമ്മൾ ആഗ്രഹിച്ചിട്ട് ഒരു മാറ്റവും ഉണ്ടാകാറില്ല. പക്ഷേ സാമ്പത്തിക മേഖലയിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങൾ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാം. ആദ്യം വന്നിരിക്കുന്ന മാറ്റം FDയിലാണ്. നോൺ ബാങ്കിംഗ് സ്ഥാപനങ്ങൾക്കും ഹൗസിംഗ് ഫിനാൻസ് സ്ഥാപനങ്ങൾക്കും FDയുടെ നിയമങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. FDയിൽ വന്ന പ്രധാന മാറ്റമാണ് പൊതു നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, അതുപോലെ തന്നെ വളരെ കുറഞ്ഞ ശതമാനത്തിൽ ലിക്വിഡ് ആസ്തികൾ നിലനിർത്തുക, പിന്നെ പൊതു നിക്ഷേപങ്ങൾ തിരിച്ചടയ്ക്കുക. രണ്ടാമതായുള്ളത് റുപേ ക്രെഡിറ്റ് കാർഡിലുള്ള മാറ്റങ്ങളാണ്. ഇനി ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ഉടനെ പോയി നമുക്ക് എയർപോർട്ട് ലോഞ്ചിൽ പോയി ആക്സസ് കിട്ടില്ല. ഘട്ടമായിട്ടുള്ള അടിസ്ഥാനത്തിന് ശേഷമായിരിക്കും എയർപോർട്ട് ആക്സസ് നമുക്ക് ലഭിക്കുക. അതിനായുള്ള ചെലവ് മാനദണ്ഡങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. മൂന്നാമതായി വരുന്നത് EPFO. ഇതിൽ എന്ത് മാറ്റങ്ങളാണ് വന്നിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. IT നവീകരണത്തിന്റെ ഭാഗമായി ഒരു പുതിയ പദ്ധതി അവർ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് CPPS അഥവാ സെൻട്രലൈസ്ഡ് പെൻഷൻ പേയ്മെന്റ് സിസ്റ്റം. അതായത് 1995 താഴെയുള്ള പെൻഷൻ വാങ്ങുന്ന എല്ലാവർക്കും ഇന്ത്യയിലെ ഏത് ബാങ്ക് ബ്രാഞ്ചിലും അവരുടെ പെൻഷൻ സ്വീകരിക്കാവുന്നതാണ്. അടുത്ത് നമ്മൾ നാലാമതായി നോക്കാൻ പോകുന്നത് നമ്മൾ എല്ലാവരും ഡെയിലി യൂസ് ചെയ്യുന്ന UPI ആപ്പിൽ വരുന്ന മാറ്റങ്ങളാണ്. RBI നിർദ്ദേശപ്രകാരം തേർഡ് പാർട്ടി UPI ആപ്പുകളിലൂടെ മുഴുവൻ KYC PPIകൾക്കായി UPI പേയ്മെന്റുകൾ പ്രവർത്തനമാക്കുകയാണ്. ഈ 4 മാറ്റങ്ങളാണ് 2025 സുപ്രധാന മാറ്റങ്ങൾ. നമ്മുടെ റെവല്യൂഷൻസ് ഒന്നും നടന്നില്ലെങ്കിലും ഫിനാൻസിൽ എന്തായാലും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ മാറ്റങ്ങൾ അനുസരിച്ച് നിങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളിലും മാറ്റങ്ങൾ കൊണ്ടുവരും. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ഫ്രീഡം മലയാളം മണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.